എഴുന്നേറ്റ് വന്ന ചരിത്രം എവിടെയെങ്കിലും രേഖപ്പെട്ട് കിടക്കുന്നുണ്ടോ? എവിടെയെങ്കിലും രേഖപ്പെട്ട് കിടക്കുന്നുണ്ടോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് പുന്നാര നേതാവ് വഫാത്തിന്റെ ശേഷം ഒരിക്കലെങ്കിലും ഖബറിൽ നിന്ന് ഇറങ്ങി വന്നോ? ആ കൈയൊന്ന് ഉയർത്തിക്കൊടുത്തോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന പുതിയാപ്പിളയെ കണ്ടുവോ? അലി റളിയല്ലാഹു അൻഹു എന്ന മരുമകനെ പുതിയാപ്പിളയെ കണ്ടുവോ? കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ കരളിന്റെ കഷ്ടമായ സ്വന്തം മകൾ അവിടുത്തെ വഫാത്തിന്റെ ശേഷം 6 മാസക്കാലം ജീവിച്ചില്ലേ? പുന്നാര നേതാവിന്റെ വേർപാടിൽ ദുഃഖിച്ചുകൊണ്ട് തന്നെ ആ ബീവിയെ കാണാൻ വന്നോ മുത്ത മുസ്തഫ? അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ, ചെറുപ്പക്കാരിയായിരുന്ന ഭാര്യ, നമ്മുടെ എല്ലാവരുടെയും ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹാ, പുന്നാര നേതാവിനെ ഖബറടക്കിയിട്ടുള്ള റൂമിന്റെ തൊട്ടപ്പുറത്തെ റൂമിൽ കഴിയുന്ന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രിയപ്പെട്ട ഭർത്താവിനെ, ലോകത്തിന്റെ റസൂലിനെ ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ, അവിടുത്തെ കൈയൊന്ന് പുറത്ത് കിട്ടിയിട്ടെന്ന് ഉമ്മ വയ്ക്കാൻ, അവിടുത്തോടൊന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയതായി ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ബീവി ഫാത്തിമയെ കാണാൻ വരാത്ത, ആയിഷ ബീവിയെ കാണാൻ വരാത്ത, സിദ്ദീഖുൽ അക്ബറിനെ കാണാൻ വരാത്ത, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വരാത്ത, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വരാത്ത, അലി റളിയല്ലാഹു തആല അൻഹുവിലേക്ക് കൈ ഉയർത്തിയിട്ടില്ലാത്ത പുന്നാര നേതാവതാ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും ചില ആളുകൾ വിശ്വസിക്കുന്നു അവര് സുന്നത്ത് ജമാഅത്തുകാരാണ് പോലും, അവർ അഹ്ലു ബൈത്തുകാരാണ് പോലും. അവര് വിശ്വസിക്കുന്നു പുന്നാര നേതാവിന്റെ തറവാട്ടിൽ പിൽക്കാലത്ത് വന്ന അഹ്മദുൽ കബീർ റിഫായി, ആ റിഫായി ശൈഖിന്റെ മുമ്പിലേക്ക് പുന്നാര നേതാവ് ഖബർ പൊട്ടി പിളർന്നുകൊണ്ട് പുറത്തേക്ക് വന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മുജാഹിദ് വിരോധം മാറ്റിവെച്ചിട്ട് സത്യത്തിന്റെ ശബ്ദത്തിലേക്കൊന്ന് ശ്രവിക്കൂ. പുന്നാര സഹോദര സഹോദരി, ഫാത്തിമ ബീവിയുടെ നേരെ കൈവക്കിയിട്ടില്ലാത്ത, ആയിഷ ബീവിക്ക് കൈനീട്ടി കൊടുത്തിട്ടില്ലാത്ത മഹാന്മാരായ ഒരൊറ്റ സഹാബത്തിന്റെ നേരെയും കൈ ഉയർത്തി കാണിച്ച് വഫാത്തിന്റെ ശേഷം അത്ഭുതം കാണിച്ചിട്ടില്ലാത്ത മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിക്കോ, ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിക്കോ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്കോ, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്കോ ഇന്നുവരെ ആ ഖബറിൽ നിന്ന് കൈ കൊടുത്തിട്ടില്ലാത്ത പുന്നാര നേതാവ് കൈ കൊടുത്തു പോലും. എന്താ കൈ കൊടുക്കാൻ കാരണം? ഫിഹാലത്തിൽ ബുഅദി റൂഹികും തുർസിലുഹാ തുഖബ്ബിലുൽ അർദ അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഹ്ദാ ബിഹാ ശഫതി. പുന്നാര നേതാവിന്റെ ഖബറിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് എത്രയോ കാലങ്ങൾക്ക് ശേഷം വന്ന അഹ്മദുൽ കബീർ റിഫായി എന്ന മനുഷ്യൻ പറയുന്ന പോലും എത്രയോ കൊല്ലമായി പുന്നാര നേതാവിന്റെ ഖബർ ശരീഫിലേക്ക് എന്റെ റൂഹാണ് സിയാറത്തിന് വരാറുള്ളതെങ്കിൽ ഇതാ ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി, ഈ ശരീരത്തോടെ തടിയോടെ റൂഹോടുകൂടി അങ്ങയുടെ തിരുഹദറത്തിരിതാ അഹ്മദുൽ കബീർ വന്നിരിക്കുകയാണ്. ഒരൊറ്റ സങ്കടം പറയാനാ വന്നത്, ഒരാശയം അവതരിപ്പിക്കാനുണ്ട് നബിയേ. അതെന്താണ് സങ്കടമെന്നോ? ഫംദുദ് യദൈക ലികൈ തുഹ്ദാ ബിഹാ ശഫതി, അവിടുത്തെ തിരുകരങ്ങളൊന്ന് ഉയർത്തിത്തരണം. ഈ അഹ്മദുൽ കബീറിന് ഒന്ന് പൊക്കി കാണിച്ചു തരണം അവിടുത്തെ തിരുകൈകൾ. ഞാനൊന്ന് മുത്തട്ടെ, എന്റെ ചുണ്ടുകൾ കൊണ്ടൊന്ന് ചുംബനം നടത്തട്ടെ. ഈ 2 വരികളങ്ങ് പുന്നാര റസൂല് കേട്ടപ്പോ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഇരു കൈകളും ആ ഖബറിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് കൊടുത്തു എന്നും അല്ല, അഹ്മദുൽ കബീറിന്റെ മുമ്പിലേക്ക് പുന്നാര റസൂല് തന്നെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഓ മോനെ അഹ്മദുൽ കബീർ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തമിട്ടുകൊണ്ട് ഖബറിലേക്ക് തിരിച്ചുപോയി എന്ന് എഴുതിവിട്ട മുസ്ലിം കേരളത്തിലെ പണ്ഡിതന്മാർ, അത് വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ, അത് പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാർ, അവരാണ് ഈ സമുദായത്തിന്റെ നേതാക്കന്മാരെന്ന് മഹത്വം പറയുന്ന നേതാക്കന്മാർ. ആലോചിച്ചു നോക്കിയോ പ്രിയപ്പെട്ടവരെ, ഇത് ഇസ്ലാമാണോ? ഇത് മുസ്ലിമിന്റെ വിശ്വാസമാണോ?
സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്കിനേക്കാൾ മഹത്വമാണോ അഹ്മദുൽ കബീർ റിഫായിക്ക്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടില്ലേ പലപ്പോഴും? ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിലേക്ക് അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സന്ദർശനത്തിന് പോകുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും കൂടെ കൂടുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഏറെ ആത്മബന്ധം പുലർത്തിയിരുന്ന ഉമ്മു ഐമന്റെ അടുക്കലേക്ക് കയറി ചെന്നപ്പോ പുന്നാര നേതാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന ആ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ പൊട്ടിക്കരയുന്നു. സങ്കടം കൊണ്ട് കണ്ണുനീര് ചാരിട്ടൊഴുകുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്തിനാ ഉമ്മ കരയുന്നത്? എന്തിനാണ് കരയുന്നത്? അവിടുന്ന് പറഞ്ഞതെന്താണ്? ആ നേതാവിന്റെ പേര് പറയാനല്ലാതെ പരലോകത്ത് നിന്ന് ഇനിയൊരു വഹീ ഭൂമിയിലേക്ക് ഇറങ്ങാനില്ലല്ലോ, അവിടുത്തെ കാണാനാവില്ലല്ലോ. ആ സങ്കടം പങ്കുവെക്കുകയാണ് സഹാബാ കിറാം. ഇന്നിവർക്കൊരു പ്രശ്നമല്ലല്ലോ പണ്ഡിതന്മാരെ കാണാൻ റസൂലുള്ള വരുന്നു പോലും, പണ്ഡിതന്മാരുടെ വീട്ടിലിരുന്നു കൊണ്ട് ഒരുമിച്ച് കഞ്ഞി കുടിക്കുന്നു പോലും വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല. കിതാബുകൾ ഇവര് വലിയ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു നടക്കുന്ന, പ്രഘോഷിപ്പിക്കപ്പെടുന്ന, അതുപോലെ തന്നെ പ്രചരിപ്പിക്കപ്പെടുന്ന മഹാന്മാരെന്ന് മുദ്രകുത്തപ്പെടുന്നവർ അവരുടെ കരങ്ങൾ കൊണ്ട് എഴുതിവിട്ട കിതാബുകളിൽ പറയുന്നു, വലിയ വലിയ പണ്ഡിതന്മാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വന്നു. നോക്കണം നിങ്ങൾ, ആ പുന്നാര നേതാവിനെ വിളിച്ചാൽ വിളിപ്പുറത്ത് നബിയുണ്ട്. 10,000 കൂടുന്ന മീലാദ് സദസ്സിന്റെ വേദികളിൽ വെച്ച് റസൂലുള്ളാഹിനോട് പറയുകയാണ്, ഓ നബിയേ, അങ്ങ് ഞങ്ങളുടെ മജ്ലിസ് കണ്ടല്ലോ, തൃപ്തിയായില്ലേ നബിയേ? അങ്ങേക്ക് തൃപ്തിയായില്ലേ നബിയേ? ഞങ്ങൾ ഈ മദ്ഹ് പറയുന്നത് കേട്ടിട്ട് അങ്ങേക്ക് തൃപ്തിയായില്ലേ? ഞങ്ങളെ പറ്റി തൃപ്തിയായോ നേതാവേ? ഞങ്ങളുടെ മജ്ലിസ് കണ്ടില്ലേ? അതുകൊണ്ട് ഞങ്ങളിലേക്ക് നോക്കൂ, ഞങ്ങളുടെ സങ്കടം കേൾക്കൂ. ഖുദ് ബിയദീ അദ്രിക്നി യാ റസൂലല്ലാഹ്. മദ്ഹ് റസൂലിന്റെ വേദികളിൽ വെച്ച് 10,000 സാക്ഷി നിർത്തിക്കൊണ്ട് വലിയ മാന്യന്മാരെന്ന് പറയുന്നവർ, താജുൽ ഉലമമാരെന്ന് പറയുന്നവർ, ഖമറുൽ ഉലമമാരെന്ന് പറയുന്നവർ, സമുദായത്തിന്റെ നെടും തൂണുകളെന്ന് വിലയിരുത്തപ്പെടുന്നവർ ആയിക്കോട്ടെ, വിരോധമില്ല. പക്ഷേ ലോകത്തിന്റെ നേതാവായ മുത്ത് മുസ്തഫയെ സംബന്ധിച്ച് സ്വഹാബത്ത് വിശ്വസിച്ചതിലപ്പുറം നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഞങ്ങൾക്കറിയാം എവിടെയാണ് നാഥൻ പറഞ്ഞതെന്ന്. അത് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ആ റബ്ബിന്റെ റസൂലിന്റെ കൂടെ കഴിയാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബത്തിനില്ലാത്ത ഒരു വിശ്വാസം ആര് കൊണ്ടുവന്നാലും ഫഹുവ റദ്ദുൻ, കൊണ്ടുവന്നവനെയും തള്ളിക്കോ, കൊണ്ടുവന്ന വിഷയത്തെയും തള്ളിക്കോ. അത് പഠിപ്പിച്ച മുത്ത് നേതാവിന്റെ അവിടുത്തോട് മഹബത്ത് വെക്കുന്നവരാണ് പാവപ്പെട്ടവരായ ഞങ്ങൾ. അതുകൊണ്ട് തുറന്നു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉന്നതമായ ജീവിതത്തിലാണ്. അവിടുന്ന് ഇനി നാളെ മഹ്ശറിലേക്കല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നാളെ പരലോകത്ത് മഹ്ശറിലേക്ക് ജനകോടികൾ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ അന അവ്വലു, ഞാനായിരിക്കും ആദ്യമായി ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വ്യക്തി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഓ നിങ്ങൾ വിശ്വസിച്ചതോ? അഹ്മദുൽ കബീറിന്റെ മുമ്പിലേക്ക് പണ്ടേ ഖബർ പട്ടിപ്പിളർന്ന് വന്നുവല്ലേ, മുമ്പേ കൈപൊക്കി കാണിച്ചു കൊടുത്തുവല്ലേ? എങ്കിൽ ഞങ്ങളെ നേതാവ് പുന്നാര ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചത് ആദ്യമായി ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഞാനായിരിക്കുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ആ നേതാവിനെ വിളിച്ചുകൊണ്ട് മദ്ഹുർ റസൂലിന്റെ വേദികളിൽ വെച്ച് നിങ്ങൾ പറയുന്നുവെന്ന്, ഓ നേതാവേ, യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് مقصدي قد حل بي ما قد علمت من الأذى والظلم والضعف الشديد فأسعدي. നേതാവിനോട് പറയുന്ന ഒരു സങ്കടം, ഹബീബിനോട് പറയുന്ന സങ്കടം, ആ സങ്കടം അല്ലാഹുവിന്റെ റസൂല് കേൾക്കുന്നു. സങ്കടം പറയുന്നവനെ കാണുന്നു, സങ്കടം പറയുന്നവന്റെ വിശേഷം അറിയുന്നു. ആ നിലക്ക് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ അല്ലാഹുവിനെ പോലെ കേൾക്കുന്നു, കാണുന്നു.
അറിയുന്നു. ഈ ചിന്താഗതിയിലേക്ക് മനുഷ്യരെ ഉയർത്താൻ അള്ള എവിടെയാ അനുവാദം തന്നത്? അള്ളാഹുവിന്റെ കലാമ് ബയാൻ ചെയ്തു തന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ കാരുണ്യത്തിന് വേണ്ടി അയക്കപ്പെട്ട തിരുദൂതർ മുഹമ്മദുർ റസൂലുള്ളാഹി എവിടെയാണ് അനുവാദം തന്നത്? മുസ്ലിമേ, കക്ഷിഭേദമില്ലാതെ ഒന്ന് ചിന്തിച്ചോളൂ. ശാശ്വതമായ വിജയം വേണ്ടേ? അതിനാവശ്യമായ ഏകദൈവ ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി സഹോദരാ, ഈ വിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലർക്കും അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്.